ശാന്തോച്ചുടി ഈ കഴിഞ്ഞ ദിവസം നടന്ന നമ്മുടെ ഒരു ഗ്രാൻഡ് ഡിബേറ്റിൽ ഈ RSSും SDPIയും ഒരുപോലെ എതിർക്കുന്ന ഒരു നേതാവുന്നത് എങ്ങനെയാണ് വി ഡി സതീശൻ എന്നൊരു വിസ്മയം ഞാൻ പ്രകടിപ്പിച്ചിരുന്നു. അതിൽ ഞാൻ പ്രതീക്ഷിച്ചത് ഒരുപക്ഷെ RSS ക്യാമ്പിൽ നിന്നോ CPM ക്യാമ്പിൽ നിന്നോ സൈബർ ആക്രമണമാണെങ്കിൽ SDPI ക്യാമ്പിൽ നിന്നാണ് കൂടുതൽ ആക്രമണം. ഇതൊരു SDPIക്കാരൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ഇങ്ങനെയാണ്: മെയ് 4 കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയാൽ ആരൊക്കെ മുഖ്യമന്ത്രിയാവും? വി ഡി സതീശൻ തിരുക്കൊച്ചി, രമേശ് ചെന്നിത്തല മധ്യ തിരുവിതാംകൂർ, KC വേണുഗോപാൽ പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറം. ന്യൂ ക്ലെയിം ഉണ്ടെങ്കിൽ ബാക്കി വരുന്ന ജില്ലകൾ വീതിച്ചു നൽകും, ഹൈക്കമാൻഡ് തീരുമാനിക്കും. എന്ന് പറഞ്ഞാൽ CPM പ്രവർത്തകരെ പോലെയാണ് SDPI പ്രവർത്തകരുടെ ഫേസ്ബുക്കിലെ LDFന് വേണ്ടിയുള്ള ബാറ്റിംഗ്. അവിടെ ഫേസ്ബുക്കിൽ മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വീട് കയറി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് SDPI ആർക്ക് വേണ്ടി? LDFന് വേണ്ടി. SDPIക്ക് അത്യാവശ്യം വോട്ടുള്ള സംഘടനയാണ്. SDPI ന്യൂനപക്ഷ ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏകപക്ഷീയമാവില്ല, അതിന് ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടാകും. ആ ധ്രുവീകരണവും SDPI വോട്ടും എല്ലാം കൂടെ ചേർന്നാൽ അവിടെയും അത് എന്താണ്, അത് LDFന് പ്രതീക്ഷ വെക്കാവുന്ന ഒരു ഒന്നല്ലേ ആനന്ദോച്ചൂടി? ഹാഷ്മി, ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഓഫീസിൻ്റെ വളരെ തൊട്ടടുത്താണ് കൊച്ചിയിൽ IBയുടെ ഓഫീസ്. അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് ന്യൂനപക്ഷ ഏകീകരണം UDFന് അനുകൂലമായി മലബാറിൽ നടക്കുന്നു പറയുന്നത്. ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ SDPIയുടെ വോട്ട്, പിന്നെ ഈ 3 സലഫി സംഘടനകളുണ്ട്, അതിൽ അവർക്ക് ഇടയിൽ സ്പ്ലിറ്റുകളുണ്ട്. അവരുടെ ഒരു വിഭാഗത്തിന്റെ വോട്ട്, പിന്നെ കാന്തപുരം വിഭാഗത്തിന്റെ വോട്ട്, ഇതെല്ലാം LDFനാണ് കിട്ടുന്നത്. പിന്നെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവിടെ ന്യൂനപക്ഷ ഏകീകരണം UDFിൽ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗങ്ങളുടെയെങ്കിലും ഏകീകരണം UDFന് അനുകൂലമായി നടക്കുന്നു? അവരുടെ അല്ലെങ്കിൽ അവരുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് അങ്ങനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ്. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബഹുഭൂരിപക്ഷം സംഘടനകളും SDPI എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഇവിടെ കൊച്ചി, ഒരു ഉദാഹരണം പറയാം. ഇതിൽ ഹാഷ്മി ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറയാം. ഇവിടെ കൊച്ചി മണ്ഡലത്തിൽ മുഹമ്മദ് ഷിയാസ് ആയിരുന്നു മത്സരിച്ചത്, DCC അധ്യക്ഷൻ. അവിടെ ഒരു ലത്തീൻ സമുദായത്തിലെ എതിർ സ്ഥാനാർത്ഥി 2 തവണ MLA ആയിട്ടുള്ള KJ മാക്സി, ഇവിടെ ഒരു കൃത്യമായ വർഗീയ ധ്രുവീകരണം, അതായത് അവിടുത്തെ ക്രിസ്ത്യൻ വോട്ടർമാർക്കിടയിൽ ഒരു വർഗീയ ധ്രുവീകരണം CPM, അത് BJP അല്ല. ജൂലപ്പൻ എന്ന് പറയുന്ന 2020 സ്ഥാനാർത്ഥി അവിടെ ഉണ്ട്. പക്ഷെ അദ്ദേഹം വളരെ മാന്യമായിട്ടെന്ന് പറഞ്ഞാൽ സാധാരണ BJPക്കാർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വർഗീയതയും പറയാതെ അദ്ദേഹം അതിനെക്കുറിച്ച് മൗനം പാലിച്ചപ്പോൾ അവിടെ CPMകാർ ഇറങ്ങി കൃത്യമായ വർഗീയത, അതിൽ ചില CPM അനുകൂല വൈദികർ പറഞ്ഞ കാര്യം, ഇത്തവണ ഞങ്ങൾ ഒരു മുസ്ലിമിനെ വിജയിപ്പിച്ചാൽ അടുത്ത തവണ 2 മുന്നണികളും ഇവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തും, അപ്പോൾ പിന്നെ ഇവിടെ അത് ഞങ്ങൾക്ക് പ്രശ്നമാകും എന്ന തരത്തിൽ. എന്നാൽ മറുവശത്തോ SDPIയുടെ ഒരു സ്ഥാനാർത്ഥി അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് അനീഷ് മട്ടാഞ്ചേരി. ഈ അനീഷ് മട്ടാഞ്ചേരി അവിടെ പറയുന്ന കാര്യം എന്തായിരുന്നു? അതായത് അവിടെ പള്ളുരുത്തി സ്കൂളിൽ ഹിജാബ് വിഷയം ഉണ്ടായപ്പോൾ ഈ നമ്മുടെ സമുദായത്തിന് അനുകൂലമായിട്ടല്ല ഈ ഷിയാസ്, അല്ലെങ്കിൽ സാമുദായിക താല്പര്യമല്ല ഷിയാസ് അവിടെ വന്നിട്ട് ചെയ്തത്. SDPIയുടെ ഇത്തവണത്തെ വോട്ട് LDFന് ആയിരുന്നില്ലേ? അപ്പൊ അവർ UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പറയില്ലോ. അല്ല, അതിന്റെ ഒരു വർഗീയത ഏത് അളവിലാണ്? അതായത് ഷിയാസിനെതിരെ SDPI അദ്ദേഹത്തെ ഒരു മുസ്ലിം വിരുദ്ധനായിട്ടും, എന്നാൽ അപ്പുറത്ത് CPMന്റെ തന്നെ, അതായത് CPMന്റെ ഭാഗമായിട്ടാണല്ലോ SDPI ഇത് പറയുന്നത്. CPM തന്നെ പറയുന്നു ഇവിടെ ഒരു മുസ്ലിമിനെ ജയിപ്പിക്കരുത് എന്ന രീതിയിൽ CPMന്റെ ആളുകൾ പറയുന്നു. അത്രയും തരത്തിൽ ഇവിടെ ഇത്തവണ വർഗീയത ആളിക്കത്തിച്ചിട്ടാണ് ഇവിടെ ഈ വളരെ മാന്യമായിട്ട് CPM, ഞാൻ ലാലിൻ്റെ കാര്യമല്ല പറയുന്നത്, CPMന്റെ പല നേതാക്കളും AK ബാലിനെ പോലെയുള്ള നേതാക്കളൊക്കെ ഇവിടെ വെള്ളമിട്ട് വളരെ മാന്യന്മാരായി നടക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ ഈ ഇലക്ഷൻ, ഇപ്പോൾ തമിഴ്നാട്ടിൽ SDPI ഒരു മുന്നണിയുടെ ഭാഗമാണ്, DMK മുന്നണിയുടെ ഭാഗമാണ്. അവിടെ ഇവരെല്ലാവരും ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, CPI ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്. പക്ഷേ തമിഴ്നാട്ടിൽ അതൊരു ഇലക്ഷൻ വിഷയമല്ല. കേരളത്തിൽ ഇതുപോലെ കഴിഞ്ഞ 2020 തൊട്ട് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ഇവര് തമിഴ്നാട്ടിൽ ഒരു SDPI സ്ഥാനാർത്ഥിക്ക് വേണ്ടി CPM പ്രവർത്തകർ വോട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷേ അത് അവിടെ പക്ഷേ എൻ്റെ സമയം അവസാന ഘട്ടത്തിലേക്ക് എത്തിയോണ്ട് ലാൽ 2 തവണ കാണിച്ചു. ലാൽ അല്ല, ഹാഷ്മി പറഞ്ഞ ഒരു പ്രയോഗത്തിലാണ് എൻ്റെ പ്രശ്നം. SDPI വോട്ടുകൾ മൊത്തം CPMനായിരുന്നു. ഹാഷ്മി, ആ മഞ്ചേശ്വരത്തിൽ SDPIയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട ഹാഷ്മി ആ വാർത്ത വായിച്ചതാണല്ലോ അല്ലേ? ഹാഷ്മി വായിച്ചതാണെന്നാ ഞാൻ വിചാരിക്കുന്നത്. മഞ്ചേശ്വരത്ത് SDPI പറഞ്ഞ എന്താ വോട്ട് LDF എന്നാ പറഞ്ഞു? SDPI പറഞ്ഞു പിന്നെ അതിനകത്ത് കുഴപ്പമെന്നറിയോ? നിങ്ങൾ വായിച്ച വാർത്തക്കകത്ത് ഒരു ചെറിയ പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു. ലീഗ് പറഞ്ഞിട്ടാ ഞങ്ങൾ മാറ്റിയെന്നൂടെ പറഞ്ഞായിരുന്നു. വോട്ട് LDF എന്നാ പറഞ്ഞേ. അത് കഴിക്കുമ്പോ നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് സ്ഥാനാർത്ഥിയെ മാറ്റുന്നത് തന്നെ UDFകാരൻ പറഞ്ഞിട്ടാണെങ്കിൽ പിന്നെ അപ്പുറത്ത് നിന്ന് ഞങ്ങൾ LDFനാ വോട്ട് ചെയ്യുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട പ്രാദേശിക പറയല്ലേ അവിടുത്തെ SDPക്കാർ വോട്ട് LDFനാന്ന്. ലാൽ എന്താ സംശയം? ഒന്നും അല്ലെന്നേ ആണെന്ന്
അത് ഹാഷ്മിക്ക് നിക്ക് പറഞ്ഞ കേൾക്കും. എടാ അവിടുത്തെ നേതാവ് പറയുന്നു, അവിടുത്തെ സ്വാധീനമുള്ള അവിടെ വോട്ട് തരുന്ന നേതാവ് പറഞ്ഞു ഞങ്ങളുടെ വോട്ട് ഇക്കുറി LDF ആണെന്ന് പറയുന്നു. പിന്നെ ലാലും സംശയം എന്താ? ഞാൻ പറയട്ടെ, ഹാഷ്മി പറഞ്ഞു കഴിഞ്ഞല്ലോ, ഹാഷ്മി പറഞ്ഞു കഴിഞ്ഞല്ലോ, ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ആൾക്കാർ, ഞാൻ അത്ര പറഞ്ഞുള്ളൂ, എന്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ. ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ആൾക്കാര് SDPI സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവർ പിൻവലിച്ചു. അത് കഴിഞ്ഞിട്ട് ആര് നിങ്ങൾ പറയുന്ന പ്രാദേശിക നേതാവ് പറയുന്നു CPM നോട്ട് ചെയ്യുന്നു. ഞാൻ വിശ്വസിച്ചു, എല്ലാരും വിശ്വസിച്ചു. ഞാൻ തിരിച്ചു പറയരുതോ? എനിക്ക് എന്റെ കൈ ബൈറ്റ് ഇല്ലാത്തോണ്ടല്ലേ? എന്റെ കയ്യിൽ ഇപ്പം ഞാൻ പറഞ്ഞ വസ്തുതയാ പറയുന്നത്. ഞാൻ പറഞ്ഞ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞാണ് ഇവിടുത്തെ ഞങ്ങളുടെ വോട്ട് അവിടുത്തെ CPM സ്ഥാനാർത്ഥിക്കാണ് എന്ന് പറഞ്ഞ CPM പ്രതികരണം കേൾപ്പിക്കാം. അത് ഹാഷ്മി ഞാൻ തിരിച്ചു പറയാവുന്നേ. ഞാൻ പറഞ്ഞ സംസ്ഥാന നേതൃത്വം പറഞ്ഞ ഒരു കാര്യത്തിന് നിങ്ങൾ പ്രാദേശിക നേതാവ് പറഞ്ഞതിനെ കുറിച്ചല്ലേ പറയുന്നത്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ വാർത്ത മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടിട്ടാണ് സ്ഥാനാർത്ഥിയെ ഞങ്ങളുടെ വാർത്ത തന്നെയാ പറയുന്നത്. എന്റെ ഹാഷ്മി ഇങ്ങനെ ഇടപെട്ടുണ്ട്. ഞങ്ങളുടെ ഗോകുൽ വേണുഗോപാലിനോട് പറയുന്നത്. ഞങ്ങളുടെ വാർത്ത തന്നെ പറയുന്നത്. ഞങ്ങളുടെ റിപ്പോർട്ടർ ഗോകുൽ വേണുഗോപാലാണ് അവിടുത്തെ SDPI നേതാവ് പറയുന്നത് ഞങ്ങളുടെ വോട്ട് CPM നാണ്. അത് തർക്കം എന്തിനാ? അങ്ങനെ പറഞ്ഞ കേക്ക്. ഹാഷ്മി SDPI കൊണ്ട് നമ്മുടെ മണ്ടയ്ക്ക് വെച്ചോണ്ടാ ഞാൻ പറയുന്നത്. SDPI മണ്ടയ്ക്ക് നിങ്ങളാ, ഞാനല്ല. ഹാഷ്മി ഇങ്ങനെ സാറേ SDPI മണ്ടയ്ക്ക് നിങ്ങളാ, ഞാനല്ല. ഹാഷ്മി എനിക്കൊരു അഭിമന്യുവിന്റെ ചോരയുള്ളവരാണ് എന്ന ഒരു ധാരണ പോലും ഇല്ലാതെ SDPI മണ്ടക്കച്ച് നിങ്ങളാ, ഞാനല്ല. ലാൽ നിങ്ങളുടെ ചർച്ചയിൽ വന്നറിയോ, നിങ്ങളെ എതിർക്കുന്ന ഒരു പോയിന്റ് പറയാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കുന്നില്ല. സംസാരിച്ചു. ഞാൻ എന്റെ വാസ്തവം നിങ്ങൾ കേട്ടോ. അവാസ്തവമാണ് ലാൽ പറയുന്നത്. SDPI മണ്ടക്കച്ച് ഞാനാണോ? അല്ല, നിങ്ങൾ നിങ്ങൾ എന്റെ ഇടപെട്ടോണ്ടിരിക്കുകയല്ലേ? നിങ്ങൾ വീണ്ടും ഇടപെട്ടോണ്ടിരിക്കുകയല്ലേ? നിങ്ങൾ ഇടപെടാതൊന്നും ഇരിക്കുക. ഒരു മിനിറ്റ് നിൽക്കുക. ഞാൻ പറഞ്ഞ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പൂർത്തിയാവും, ജനങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ഞാൻ പറഞ്ഞ ഒരു ഓപ്പൺ എൻഡഡ് സാധനമാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് SDPI സ്ഥാനാർത്ഥിയെ മാറ്റിയോ ഇല്ലയോ? മാറ്റി. അത് കഴിഞ്ഞ് അവിടുത്തെ ഒരു പ്രാദേശിക നിലപാട് പറഞ്ഞിട്ടുണ്ടാവുന്നേ. പക്ഷെ അത് ആര് വിശ്വസിക്കാനാണ് എന്റെ ചോദ്യം. സംസ്ഥാന നിലപാട് എന്താ? മുസ്ലിം ലീഗുകാർ അല്ല ലാലേ, SDPIയുടെ വോട്ട് വാങ്ങി പെട്ടിയിലിട്ടിട്ട് ഇപ്പൊ തള്ളി പറയല്ലേ? അത് ചതിയിലെ വഞ്ചനയാണ്. SDPIയുടെ വോട്ട് വാങ്ങി പെട്ടിയിലിട്ടിട്ട് ഇപ്പൊ അവർ തള്ളി പറയല്ലേ? അത് ചതിയിലെ വഞ്ചനയാണ്. അതിലെങ്കിലും നിലപാട് കാണിക്കും. SDPIയുടെ വോട്ട് വാങ്ങി പെട്ടിയിലിട്ടിട്ട് അവരെ ഇപ്പൊ തള്ളി പറയാണ് നിങ്ങൾ. മറുപടി പറ. പൂഞ്ഞാറില് SDPI ആർക്കാ വോട്ട് ചെയ്തേ? നിങ്ങളങ്ങ് മറക്കും. നിങ്ങൾക്ക് സൗകര്യമുള്ള ഫാക്ട് അത്രേ ഉള്ളൂ കാര്യം. അവർ വോട്ട് ചെയ്തിരിക്കുന്നത് BJPയെ തോൽപ്പിക്കാനുള്ള വോട്ടാണ്. അവർ പലയിടത്തും ധൈര്യം പോലും ഉണ്ടായിട്ടില്ല. എന്റെ മണ്ഡലോ എന്റെ പ്രശ്നം ഹാഷ്മിയ. എന്റെ പ്രശ്നം പാലക്കാട് SDPI വോട്ട് CPM ഹാഷ്മി എടുത്ത് ഇരട്ടത്താപ്പാ. ഒരു ഇരട്ടത്താപ്പല്ല, നിങ്ങളെ ഇരട്ടത്താപ്പ് കാണിക്കുന്നത്. ഹാഷ്മിയുടെ പ്രശ്നം എന്റെ സമയം കഴിയും. ഇരട്ടത്താപ്പ് കാണിച്ച് നിങ്ങളാ. SDPIയുടെ വോട്ടത്തിൽ വാങ്ങി പെട്ടിയിലിട്ടിട്ട് ഈ തള്ളി പറയുന്ന ലാല് കാണിക്കുന്ന ഇരട്ടത്താപ്പ് ഞാൻ കാണിക്കുന്നതല്ല. എന്റെ സമയം കഴിയാണ്. എന്തായാലും ഈ പറഞ്ഞ ചർച്ചകൾക്കൊന്നും കാര്യമായ പ്രസക്തി ഇനിയില്ല. കാര്യം എന്താണ്? ജനം തീരുമാനിച്ച് വോട്ട് പെട്ടിയിലിട്ടിട്ടുണ്ട്. അത് 4-ാം തീയതി അത് പൊട്ടും. അപ്പോൾ മാത്രം നമുക്ക് അറിയാം ആര് വീഴുമെന്നുള്ള കാര്യം. പിന്നെ അത്രയും ദിവസം നമുക്ക് ചർച്ച ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.